ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതും ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിൽ കൊഴുപ്പൊന്നും ഇല്ലാണ്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ അറിയാത്ത കുറച്ച് ഈ പുതുതായിട്ട് കുക്കിങ്ങിലേക്കൊക്കെ വരുന്നവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ പഴയ അമ്മമാർക്കും ആൻറ്റിമാർക്കും ഒക്കെ അറിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഇതേമാതിരി സവോള, വെണ്ടയ്ക്ക, പിന്നെ പച്ചമുളക്, ഇത് മൂന്നും കൂടെ അരിഞ്ഞു വെച്ചു. ഇതേ രീതിയിൽ അരിഞ്ഞു വെച്ചാൽ മതി. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് സ്റ്റൗ ഓൺ ആയിരിക്കണേ. അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് ഈ മുറിച്ച് വെച്ച വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ലേശം അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഉപ്പ് നീര ഒഴിക്കുന്ന ഉപ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം. അത് അപ്പോൾ ചെറിയ തീ മതി, സിമ്മിലിട്ടാൽ മതി. വലിയ തീയിലാവുമ്പോഴത്തേന് അത് ചിലപ്പോൾ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി. അപ്പോൾ ഉപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒന്ന് ആവി കയറി വരുന്ന ഒരു സമയമുണ്ട്. ആ ആവി കയറുന്ന സമയം കൂടുതൽ നേരം വെക്കണ്ട. അപ്പോൾ ഒന്ന് വാടി കിട്ടുന്ന നേരത്തിന് നമുക്കത് അടപ്പ് മാറ്റാം. അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഒന്ന് തുറന്ന് വെച്ച് തന്നെ പിന്നെ വേവിച്ചാൽ മതി. കാരണം പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അടിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷേ വെണ്ടയ്ക്ക ഒന്ന് വാടിയിട്ടും ഉണ്ടാവും. ഇപ്പോഴൊക്കെ തീ കുറച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. തീ കൂട്ടി വെക്കുക ചെയ്യരുത്. ഞാനിപ്പോൾ ഈ കാസ്റ്റേണിൻ്റെ ചീനച്ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ അടിക്ക് പിടിച്ച് കരിയത്തില്ല. പക്ഷേ ഈ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചൂട് കട്ടിയുള്ളതാണല്ലോ, അപ്പോൾ കരിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതേമാതിരി തന്നെ ഡ്രൈ ആയി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇനിയിപ്പോൾ അടച്ചു വെക്കുക ചെയ്യരുത്. നമുക്കിങ്ങനെ ഇളക്കി തന്നെ അത് പിന്നെ മെഴുക്കുവരട്ടി ആക്കി എടുക്കാവുന്നതാണേ. കൂടുതൽ ഇട്ട് ഇളക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ നമുക്ക് എത്രമാത്രം ഡ്രൈ ആവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇളക്കി ചെറിയ തീയിൽ ഇളക്കിയെടുത്താൽ മതി. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ മതി, പച്ച കളർ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഡ്രൈ ആവേണ്ടുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് ഇളക്കി തോർത്തി എടുക്കാവുന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.